സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദിനെ മയ്യസ്കരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രഗത്ഭനായിരിക്കുന്ന വ്യവസായി PM ഇബ്രാഹിം സാഹിബിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ കോഴിക്കോട്ടാണ്. വിശ്വാസപരമായി വൈകല്യങ്ങളുള്ളവരാണെങ്കിലും തൗഹീദിന്റെ ഏകദൈവത്തെ അംഗീകരിക്കുന്നു എന്നൊരൊറ്റ കോണിൽ നിന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. തൗഹീദ് അംഗീകരിക്കുന്നവരുടെ പേരിൽ മയ്യസ്കരിക്കേണ്ടി വരും. മഹാന്മാർ പഠിപ്പിച്ച ആ വഴിയല്ലേ. കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് ചേപ്പാലയിലെ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ മയ്യത്ത് നിസ്കാരത്തിന് ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുത്തിട്ടില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഒന്നിച്ച് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നാസർ ഫൈസി കൂടത്തായുടെ കാപ്പട്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില പരാമർശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുറന്നു കാട്ടിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. നാസർ ഫൈസിയുടെ ആ പ്രഭാഷണത്തിലെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. മുജാഹിദ് നേതാവിന്റെ മയ്യസ്കരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കെതിരെ പുലഭ്യം. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദിനെ മയ്യസ്കരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത്. അത് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളതല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അബൂഖാദർ സാഹിബിന്റെ മയ്യസ്കരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപം ഒരു വിഭാഗം സുന്നികൾ പറഞ്ഞു. നമ്മൾ ഒന്നിച്ചല്ലേ അതിന് മറുപടി കൊടുത്തത്. സീദി ഹാജിയുടെ മയ്യസ്കരിച്ചതിന് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായി. നമ്മൾ ഒന്നിച്ചല്ലേ മറുപടി കൊടുത്തത്. തൗഹീദ് അംഗീകരിക്കുന്നവരുടെ പേരിൽ മയ്യസ്കരിക്കേണ്ടി വരും. മഹാന്മാർ പഠിപ്പിച്ച ആ വഴിയല്ലേ. അതിന് പിന്നിൽ എന്തെല്ലാം പേക്കൂത്തുകളാ. ആക്ഷേപങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിസ്കരിച്ചില്ലേ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിസ്കരിച്ചില്ലേ? അതിനർത്ഥം മുജാഹിദിനെ അംഗീകരിക്കുന്നു എന്നതർത്ഥമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളുന്നു എന്ന അതിനർത്ഥമുണ്ടോ? അവർ മുസ്ലിം ലീഗിന്റെ കൂടി അധ്യക്ഷ പദവിയിരിക്കുന്നത് കൊണ്ട് വിശ്വാസപരമായി വൈകല്യങ്ങളുള്ളവരാണെങ്കിലും തൗഹീദിന്റെ ഏകദൈവത്തെ അംഗീകരിക്കുന്നു എന്നൊരൊറ്റ കോണിൽ നിന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളെ തിരിച്ചു പലരും പറയാനുള്ള അവസ്ഥ ഒരുക്കി കൊടുക്കുന്നത്, അവർക്ക് വടി കൊടുക്കുന്നത് ആരാ? കേട്ടല്ലോ. ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചതിന് എന്തിനാണ് പാണക്കാട് തങ്ങന്മാരെ ആക്ഷേപിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് സമസ്തയുടെ പ്രഖ്യാപിത നയമാണ്. അതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നതും ഇയാൾക്ക് ആക്ഷേപമായിട്ടാണ് തോന്നുന്നത്. അതായത് എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അതൊക്കെ ആക്ഷേപമായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ അതേ രീതിയിലാണ് ഇയാൾ ചിത്രീകരിക്കുന്നത്. ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പും പല നേതാക്കന്മാരും അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന്. ഹൈദർ അലി ശിഹാബ് തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നൊക്കെയാണ് കൂടത്തായി ചോദിക്കുന്നത്. സൂക്ഷ്മതയുള്ള വലിയ പണ്ഡിതന്മാർ നിസ്കരിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. അവരങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അവർ നിസ്കരിച്ചത് ചരിത്രങ്ങളിൽ കാണാനും സാധിക്കില്ല. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ പണ്ഡിതന്മാരല്ലേ ഫോളോ ചെയ്യേണ്ടത്? അതല്ല മുൻകാല രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണോ ദീനിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ മുഖവിലക്കെടുക്കുന്നത്? എന്തായാലും നാസർ ഫൈസി കൂടത്തായി പരാമർശിച്ച ഇവരെക്കാളും എത്രയോ വലിയ മഹാനാണ് മുഹീദ്ദീൻ ഷേഖ് ജീലാനി തങ്ങൾ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഷേഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുഹീദ്ദീൻ ഷേഖ് പറയുമ്പോൾ നമ്മൾ അതാണോ കേൾക്കേണ്ടത്? അതല്ല, മുഹീദ്ദീൻ ഷേഖിന്റെ ചെരുപ്പെടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത്? അവർ ചെയ്യുന്നതാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? പിന്നെ പറയുന്നു മയ്യത്ത് നിസ്കരിച്ചാൽ അവരെ ഉൾക്കൊള്ളുന്നു എന്ന് അതിനർത്ഥമുണ്ടോ? അവരെ പിൻപറ്റുന്നു എന്ന് അതിന് അർത്ഥമുണ്ടോ എന്നാണ് സമസ്തയുടെ തന്നെ ഒരു പണ്ഡിതനായ നാസർ ഫൈസി കൂടത്തായി ചോദിക്കുന്നത്. ഇയാൾ സത്യത്തിൽ സമസ്തയെ അംഗീകരിക്കുന്നുണ്ടോ? കാരണം ബിദൈകളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സമസ്തയുടെ സ്ഥാപക ലക്ഷ്യങ്ങളിൽപ്പെട്ടതല്ലേ? സമസ്തയുടെ പ്രഖ്യാപിത നയമല്ലേ അത്? സമസ്ത പ്രഖ്യാപിച്ച പ്രമേയമല്ല അത്? അപ്പൊ അത് അംഗീകരിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്നല്ല അതിനർത്ഥം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ആ ഒരു സമസ്ത വിലക്കിയ കാര്യം ചെയ്തു എന്ന് വെച്ച് സമസ്തയുടെ പ്രമേയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ നേതാക്കന്മാരെയാണോ ഫോളോ ചെയ്യേണ്ടത്? അതാണല്ലോ ഇപ്പൊ നാസർ ഫൈസി കൂടത്തായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു പണ്ഡിതൻ, അതും സമസ്തയുടെ കീഴ്ഘടകത്തിന്റെ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിട്ടുള്ളത്. സമസ്ത വിലക്കിയ കാര്യം രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുൻകാല നേതാക്കന്മാരെ എടുത്തുദ്ധരിക്കുക,
സമസ്തയുടെ പണ്ഡിതനായ ജിഫ്രി തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും വരെ ഉദാഹരണമായി കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ജിഫ്രി തങ്ങളെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രഗത്ഭനായിരിക്കുന്ന വ്യവസായി PM ഇബ്രാഹിം സാഹിബിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ കോഴിക്കോട്ടാണ്. പക്ഷെ അത് പറയാൻ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് ജിഫ്രി തങ്ങൾ ചെയ്തില്ലേ എന്ന ആക്ഷേപം കൊണ്ടുവരാൻ ഇടയാക്കുന്നവരാണ് അപകടകാരികൾ. അത് തിരിച്ചറിയുന്നവരാ സുന്നികൾ. അതുകൊണ്ട് സയ്യിദുൽ ഉലമക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, സയ്യിദുൽ ഉമ്മക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, ഷെയ്ഖുൽ ജാമിയക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ബിദഅകളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ ജിഫ്രി തങ്ങളും സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ബിദഅകളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചവരാണെങ്കിൽ പിന്നെ കീഴ്ഘടകങ്ങളോട് തൻ്റെ അനുയായികളോട് എങ്ങനെയാണത് പറയുക? സമസ്തയുടെ ഈ പ്രമേയം നേതാക്കന്മാർക്ക് പോലും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ അനുയായികളോട് പിന്നെ എങ്ങനെ അത് പറയും? അതിനർത്ഥം സമസ്തയുടെ ആ പ്രമേയം പറയാൻ നിങ്ങൾക്കൊന്നും ഒരു യോഗ്യതയുമില്ല എന്നല്ല അതിനർത്ഥം വരുന്നത്. ജിഫ്രി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിഫ്രി തങ്ങൾക്ക് പോലും ആ ഒരു പ്രമേയം പറയാൻ യോഗ്യതയില്ല എന്നല്ല നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജിഫ്രി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം, എനിക്കറിയില്ല. ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് മറുപടി പറഞ്ഞോളൂ. അപ്പോൾ ഇത്തരം വലിയ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അയാൾ പച്ചക്കളവ് പറയാനും അയാൾ മടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കാനുള്ളത് പച്ചക്കളവാണ് അയാൾ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. നമ്മളെല്ലാം ഒന്നിച്ച് മറുപടി കൊടുത്തതല്ലേ മുൻപ് കാന്തപുരം സുന്നി ആക്ഷേപിച്ചപ്പോ? കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് ചേപ്പാലയിലെ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ മയ്യത്ത് നിസ്കാരത്തിന് ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുത്തിട്ടില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഒന്നിച്ച് ചോദിച്ചത്. അതുകൊണ്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുജാഹിദായ ഒരു വ്യക്തിയുടെ മയ്യത്ത് നിസ്കാരത്തിന് തന്റെ വീട്ടിൽ നടന്നതിൽ നേതൃത്വം കൊടുത്തു എന്നതിന്റെ പേരിൽ ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നവരോട് ഒരു മറുപടിയേ ഉള്ളൂ. ഇയാൾ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് ഏതോ ഒരു അബ്ദുറഹിമാൻ മാസ്റ്ററുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണെന്ന്. ആ ഒരു വിഷയത്തെ നമ്മൾ ഒരുമിച്ച് എതിർത്തതല്ലേ എന്നും പറയുന്നു. ഇതിൻ്റെ വസ്തുത എന്താണ് സത്യത്തിൽ? ഞാൻ അത് അന്വേഷിച്ചു, വ്യക്തമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഈ സംഭവം AP ഉസ്താദ് അങ്ങനെ ഒരു പ്രമുഖൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അത് 89-ന് ശേഷമുള്ള കാര്യമല്ല, 55 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കാരണം 55 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴും അവർക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല, ആരാണ് പേരെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും നാസർ ഫൈസി കൊടുത്തായി പറഞ്ഞ ഈ അബ്ദുറഹ്മാൻ മാസ്റ്റർ അല്ലേ അല്ല. പിന്നെ ഇയാൾ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് എതിർത്ത കാര്യമല്ലേ എന്ന്. അങ്ങനെ ഒരുമിച്ച് എതിർക്കണമെങ്കിൽ 1989-ന് ശേഷം നടന്ന കാര്യമാവണ്ടേ, അപ്പോഴല്ലേ ഇങ്ങനെ ഒരുമിച്ച് എതിർക്കുന്നത് വരുള്ളൂ. ഈ നാസർ ഫൈസി കൊടുത്തായും അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഷജറ എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തിലെ നേതാക്കന്മാരുമൊക്കെ ഇത്തരം പ്രസംഗ വേദികളിലേക്ക് വരണമെങ്കിൽ ഈ 89-ന് ശേഷമല്ലേ നടക്കൂ. അതിന് മുമ്പത്തെ കാലത്ത് അവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കും അല്ലേ? 55 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ ഒരുമിച്ച് എതിർത്തു എന്ന് പറയുന്നത്? പച്ചക്കളവല്ലേ ഈ പറയുന്നത്? എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും. 1989-ന് ശേഷം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു ബിദഅയുടെ പേരിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ AP ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. നാസർ ഫൈസി കൂടത്തായി പറയുന്ന ഈ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് പച്ചക്കളവാണ്. 55 വർഷം മുമ്പ് നടന്ന ഒരു മയ്യത്ത് നിസ്കാരത്തെ ഇയാൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. നമ്മൾ അതിനെ ഒരുമിച്ച് എതിർത്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇനി 55 വർഷം മുമ്പ് ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചിരുന്നു, അത് പക്ഷേ ഈ അബ്ദുറഹ്മാൻ മാസ്റ്റർ അല്ല, അത് മറ്റൊരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേര് ഓർമ്മയില്ല. പക്ഷേ അയാൾ ബിദഈ ആണെന്ന് AP ഉസ്താദിന് അറിയുമായിരുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇന്നത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയയോ മറ്റ് സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പോൾ അയാൾ അവസാന കാലം വരെ ശക്തമായിട്ടുള്ളൊരു സുന്നി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവസാന കാലത്ത് അദ്ദേഹത്തിന് ചെറിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് അറിയാതെ ആയിരുന്നു കാന്തപുരം ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചത് എന്നാണ് അന്വേഷണം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരം പച്ചക്കളവുകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ കാപ്പട്യം കൊണ്ട് നടക്കുന്ന, ഒരേ പ്രസംഗത്തിൽ തന്നെ 2 വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരക്കാരുടെ പ്രഭാഷണം കേട്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏത് പച്ചക്കളവും പറയാൻ ഇവർക്കൊരു മടിയുമില്ല എന്നുള്ളത്
അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. മുമ്പ് എടവണ്ണയിൽ ഉമർ ഫൈസി പറഞ്ഞ ഒരു കാര്യത്തിനെ എതിർക്കാൻ വേണ്ടി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ നടത്തിയ ഒരു പച്ചക്കളവുണ്ട്. അത് അവർ തന്നെ കയ്യോടെ പിടികൂടി. അത് ഇപ്പോൾ ഇവർ ഷജറ എന്ന് വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിലെ ചില ആളുകൾ അത് കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. എന്തായിരുന്നു ആ പച്ചക്കളവ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞത്? അതായത് ഉമർ ഫൈസി അവിടെ പ്രസംഗിച്ചു, പണ്ഡിതന്മാർക്ക് മാത്രമേ ഖാദിയാവാനുള്ള യോഗ്യതയുള്ളൂ എന്ന് പ്രസംഗിച്ചു. അത് വലിയ വിവാദമായി ചർച്ചയായി, ചാനലുകളിൽ വരെ അത് വലിയ കോലാഹലമുണ്ടാക്കി. അങ്ങനെ അതിന് മറുപടി പറയാൻ വേണ്ടി അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ വിഭാഗം അവിടെ ഒരു പരിപാടി വെച്ചു. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ഉദ്ധരിച്ചത് വളവന്നൂർ ഒരു മഹല്ലിൽ ഇങ്ങനെ സാധാരണക്കാർ ഖാദിയായിട്ടുണ്ട്, അന്നത്തെ പണ്ഡിതന്മാർ അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ സാധാരണക്കാർ ഖാദിയായതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന ഒരു വ്യാജ ചരിത്രം നിർമ്മിച്ചുണ്ടാക്കി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അവിടെ പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് ഷജറ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലെ ചില ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അത് വ്യാജമാണെന്നും പടച്ചുണ്ടാക്കിയ പച്ചക്കളവാണ് എന്നും തെളിയിക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷം അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ആ ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടാൻ വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വ്യാജ ചരിത്രങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി പറയുക എന്നുള്ളത് ഇവരുടെ ഒരു ശീലമാണ്. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അന്ന് നടത്തിയതിൻ്റെ മറ്റൊരു വശമാണ് ഇന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ കാന്തപുരം ഉസ്താദ് ഒരു ബിദഈയുടെ പേരിലും മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ല. 55 കൊല്ലം മുമ്പുള്ള ഒരു ചരിത്രം 1989 ശേഷമാക്കി മാറ്റി അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടെ അതിനെ ഒരുമിച്ച് എതിർത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുമല്ലോ. ആ രീതിയിലേക്ക് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവർ പണ്ട് മുതലേ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വളവന്നൂർ മഹല്ലിൽ സംഭവിച്ചത് എന്താണ്? സാധാരണക്കാരനെ മുത്തവല്ലിയാക്കിയിട്ടാണ് നിയമിച്ചത്, ഖാദിയാക്കിയിട്ടല്ല. എന്നാൽ ആ ചരിത്രം വളച്ചൊടിച്ച് സാധാരണക്കാരെ ഖാദിയാക്കിയിട്ടുണ്ട് എന്ന് അത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അത് കയ്യോടെ പിടികൂടിയപ്പോൾ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് അതിന് മറുപടിയായിട്ട് ഒന്നും പറയാനില്ലായിരുന്നു. അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഇവിടെ നാസർ ഫൈസി കൂടത്തായി നടത്തിയിട്ടുള്ളത്. ബിദഈകളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ 55 കൊല്ലം മുമ്പ് നടന്ന ആ ഒരു സംഭവം ആളെ പേരും മാറ്റി കാലഘട്ടവും മാറ്റി ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ എന്ത് പച്ചക്കളവും ഇവർ നിർമ്മിച്ചുണ്ടാക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ദീനിനെ വക്രീകരിക്കുന്ന ഇത്തരം പണ്ഡിത വേഷധാരികളെ നമ്മൾ തിരിച്ചറിയണമെന്നും ഇവരുടെ തെറ്റിദ്ധാരണയിൽ പെട്ടുകൊണ്ട് സമസ്തയുടെ പ്രമേയത്തെ ഒരിക്കലും നമ്മൾ വലിച്ചെറിയേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.